ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു നല്ല ദിവസത്തിലേക്ക് സ്വാഗതം. ഹാപ്പി ഗണേശ ചതുർത്ഥി. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗണേശ ചതുർത്ഥിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഗണേശ ചതുർത്ഥിക്ക് നമ്മളെങ്ങനെയാണ് വീട്ടിൽ ഗണപതിയെ ഇരുത്തുന്നതും നിമജ്ജനം ചെയ്യുന്നത് വരെയുള്ള എല്ലാ രീതികളും ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസമാണ് പോയി ഗണപതിയെ വാങ്ങിക്കൊണ്ട് വരുന്നതും അതിനുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ്. അതിനു മുമ്പേ വീട് നന്നായിട്ട് വൃത്തിയാക്കുക, നോൺ വെജൊന്നും വീട്ടിൽ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഭഗവാനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു ചടങ്ങല്ലേ, അപ്പോൾ അവിടെ നോൺ വെജോ അങ്ങനെയുള്ള ഒരു അശുദ്ധിയായിട്ടുള്ളൊരു ഇതും ഉണ്ടാവാൻ പാടില്ല. തലേ ദിവസം തന്നെ പോയി നമ്മളുടെ മഞ്ഞളിൻ്റെ ഇലയില്ലേ, അത് മാവില, ഇങ്ങനെയുള്ള കുറച്ച് ഇലകളുണ്ട്, കറുകപ്പുല്ല്, ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് വയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞ് പൂക്കൾ, പിന്നെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. അതല്ലാതെ തന്നെ കാട്ടുകനികൾ പോലെയുള്ള കുറച്ച് കനികളുണ്ട്, അതൊക്കെ ഇവിടെ വാങ്ങാൻ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ വാങ്ങുക. പിന്നെ നാളികേരം അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. പിന്നെ ഭഗവാന് കുട പോലൊരു ഐറ്റം ഉണ്ട്, കുട വയ്ക്കുക. പിന്നെ സാധാരണ നമ്മൾ പോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, ഗണപതിയുടെ എന്തെങ്കിലും ഒരു പൂജാവിധിയുടെ പാട്ടുകളോ ശ്ലോകങ്ങളോ അറിയാമെങ്കിൽ അത് നിങ്ങൾ പാടുക. പിന്നെ പ്രധാനമായിട്ടുള്ളത് രാവിലെയും വൈകുന്നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. കൂടെ എന്തെങ്കിലും ഒരു ഭഗവാനെ നേദിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. ഭഗവാന്റെ ഇഷ്ടഭക്ഷണങ്ങൾ നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെയുള്ള ഇഷ്ടഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ച് ഭഗവാനെ നേദിക്കുക. എന്നിട്ട് അത് നമുക്ക് ചുറ്റുമുള്ളവർക്ക് പങ്കുവയ്ക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഭഗവാന്റെ രീതികൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഭഗവാനെ നമ്മൾ ഇരുത്തുന്ന സമയത്ത് ഭഗവാന് സെപ്പറേറ്റായിട്ടൊരു ലഡു വയ്ക്കേണ്ടതാണ്. കൈയുടെ ഭാഗത്തായിട്ട് ലഡു വാങ്ങിച്ച് വയ്ക്കുക. അത് നമ്മൾ തിരിച്ച് നിമജ്ജനം ചെയ്യുന്ന സമയത്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വിധിയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ കേരളത്തിലുള്ളവർ ചെയ്യുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ ഹൈദരാബാദിലുള്ളവർ ചെയ്യുന്നത്. ഇത് അവരുടെ ഫുഡും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് എൻ്റെ മോള് തന്നെ പറഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് ഹാപ്പി ഗണേശ് ചതുർത്ഥി. അപ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം. നമ്മളുടെ ഫ്ലാറ്റിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ആൻറ്റി ഉണ്ട്. അപ്പോൾ അവരുണ്ടാക്കിയിട്ട് തന്നു. ഇത് ഹൈദരാബാദിലുള്ള പ്രസാദമാണ്. ഇത് ലെമൺ റൈസാണ്, ഇത് കേർഡ് റൈസാണ്, ഇത് ഹൈദരാബാദിലുള്ള പായസമാണ്. പിന്നെ ഇത് കറി അറിയത്തില്ല, എന്നാൽ നല്ല എരിവുള്ളതാണ്, മീഡിയം. പക്ഷേ ഇത് പുളിപ്പ്. ഈ ലെമൺ റൈസ് പോലെ തന്നെയാണ്, ഇത് നല്ല പുളിപ്പുള്ള കറിയാണ്. പിന്നെ നമ്മളുടെ ഈ എന്താ പറയുക, ഇത് രവ വെച്ചിട്ടുള്ള കൊഴുക്കട്ട മോഡലാണ് വന്നേക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കറികളിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ മോഡൽ എന്ന് പറയുമ്പോൾ ഇഡ്ഡലി മോഡലാണ്. എനിക്ക് കണ്ടതിൽ ഇഡ്ഡലി മോഡലാണ് തോന്നിയത്. ഇത് കഴിച്ചപ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ സ്വാദ് വന്നത്. ഇതിൽ രണ്ടിലും അത്രയ്ക്കില്ല, ഇത് രണ്ടിലും ഇത് സൂപ്പർ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പൂജ ചെയ്ത ഇത് തേങ്ങയുടെ പീസാണ് കേട്ടോ. സൈഡിലായിട്ട് വെച്ചതേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഗണേശ ചതുർത്ഥിയുടെ സ്പെഷ്യൽ ഡ്രസ്. ബൈ. മസാലമാണിത്, കഴിച്ചോക്കാം. ലെമൺ റൈസ്. കൊള്ളാം. ഇത് നല്ല എരിവുള്ള കറിയാണ്. അപ്പോൾ മോള് എല്ലാത്തിനെക്കുറിച്ചും നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഇവിടുത്തെ പ്രസാദമാണ്, ഹൈദരാബാദിലുള്ളവർ ഭഗവാന് ചെയ്ത് വെക്കാറുള്ളൊരു പ്രസാദമാണ്. അപ്പോൾ ഞങ്ങളുടേത് മാത്രം കാണിക്കുന്നതിനോട് എനിക്കത് യോജിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ അവരുടെ മെയിനായിട്ടുള്ള പ്രസാദം കാണിച്ചു തന്നത്. അത് നല്ല രീതിയിൽ തന്നെ മോളത് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പരിമിതമായ അറിവുകളിൽ നിന്നാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കമൻറ്റ്